കോഴിക്കോട് KLFൻ്റെ ആദ്യ ദിനത്തെ ഒരു പിടി കാഴ്ചകളാണ്. ആദ്യ ദിനം തന്നെ രാവിലെ ആളുകൾ കുറവായിരുന്നെങ്കിൽ രാത്രിയാവുന്നതോടുകൂടി ഇവിടെ കഥ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരുപാട് ആളുകൾ ജോലി കഴിഞ്ഞും മറ്റും 4 ദിവസങ്ങളായി നടക്കുന്ന KLFൻ്റെ ആദ്യ ദിനം വ്യാഴാഴ്ചയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട്, മുതിർന്ന ആളുകൾക്ക് ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ രാവുകളിലൊക്കെ ആളുകൾ കുറവായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. 25, 26 തീയതികളിൽ ശനി ഞായർ ദിവസങ്ങളിൽ അതിഗംഭീരമായ ആളുകളായിരിക്കും KLFൻ്റെ വേദിയിലേക്ക് കടന്നു വരിക. നമ്മുടെ പ്രിയപ്പെട്ട അബ്ബാസ്ക്കയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ പങ്കുവെച്ച മലയാളികളുടെ പ്രിയങ്കരനായ അബ്ബാസ്ക്ക. നമ്മൾ എല്ലാ വേദിയിലേക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ, പ്രിയപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. വളരെ സിമ്പിളായിട്ട് അവർക്ക് കടന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നു. KLFൻ്റെ 8ാമത്തെ എഡിഷനാണ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്നത്. സാഹിത്യ നഗരമെന്ന യുനെസ്കോ പട്ടികയിൽ ഇടം വന്ന അതേ കോഴിക്കോട് അതിന് മുഖ്യമായ പങ്ക് വഹിച്ചത് ഇതുപോലുള്ള പ്രോഗ്രാമുകളാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇന്ന് നമ്മൾ കാണുന്നത് കോഴിക്കോട് ബീച്ച് ഒരു സാഹിത്യത്തിൻ്റെ ഈറ്റില്ലമായി മാറുന്നൊരു കാഴ്ചയാണ്. മനോരമ ഹോർത്തൂസുമായി വരുന്നു. അതുപോലെ ഒട്ടനേകം പ്രോഗ്രാമുകൾ കോഴിക്കോട് ബീച്ചിനെ തേടി വരികയാണ്. അതിനെ ഉൾക്കൊള്ളാവുന്ന ഒരു സമൂഹം കോഴിക്കോട് ഉണ്ട് എന്ന് പറയുന്നത് തെറ്റില്ല. നമ്മൾ നടക്കുന്ന സമയത്ത് വിവിധങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കാണാൻ സാധിക്കും. അതൊക്കെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ നമുക്ക് കാണാം. ചില ആളുകൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. KLFൻ്റെ മാതൃകകൾ സൃഷ്ടിച്ചിരിക്കുന്ന കോഴിക്കോട് ബീച്ചിൻ്റെ തൊട്ടടുത്തായി നിൽക്കുന്ന ആളുകൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആർട്ടിസ്റ്റുകൾ, നമ്മുടെ നേതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള എല്ലാ സ്റ്റോളുകളിലേക്ക് നമ്മൾ നടക്കുമ്പോഴും നമ്മൾ കാണുന്നത് അപ്രതീക്ഷിതമായി നമ്മൾ കണ്ടേക്കാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെയാണ്. നമ്മുടെ ബ്രോഷറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രോഗ്രാമുകളെക്കുറിച്ച്. നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ പ്രോഗ്രാമുകളെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞ ശേഷം ആ വേദികൾ തേടിയുള്ള ഒരു ഓട്ടമുണ്ട്. അത് ബഹുരസമുള്ള ഒരു സംഗതിയാണ്. അതിനിടക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോടിൻ്റെ തനത് രുചി അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ പ്രകാശ് രാജ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയ അതേ സമയത്താണ് അദ്ദേഹം അവിടേക്ക് എത്തുന്നത്. ഒരു സാധാരണക്കാരെ പോലെ അദ്ദേഹം അതിനുള്ളിലൂടെ ഒരുപാട് പരിവാരങ്ങളൊന്നും ഇല്ലാതെ നടക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു നല്ല മാതൃകയാണ്. മറ്റൊന്ന്, ഇവിടെ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പാരഗണാണ്. പലപ്പോഴും പാരഗൺ തന്നെയാണ് ഇതുപോലുള്ള വലിയ പ്രോഗ്രാമുകളെ ഏറ്റെടുക്കാറുള്ളത്. അവർക്കതിനുള്ള എല്ലാ ക്യാപ്പബിലിറ്റിയും ഉണ്ട്. എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള അവരുടെ ആ ഒരു വൈഭവം പറയാതെ വയ്യ. ഓരോ സ്റ്റോളുകളിലായി കയറി ഇറങ്ങുകയാണ്. അടുത്തത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബുക്കുകളുടെ ഒരു നിര. അവിടെ ഒരുപാട് കാര്യങ്ങൾ സെല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പുസ്തകങ്ങളും അവിടെയുണ്ട്. നമ്മൾ ആദ്യകാലങ്ങളിൽ മാത്രം കണ്ടിരുന്ന ചില കാര്യങ്ങൾ കൗതുകം ഉണർത്തുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി മീര അവിടെ ആളുകൾക്ക് തൻ്റെ പുസ്തകത്തിൽ അവരുടെ കയ്യൊപ്പ് ചാർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ചില ആളുകൾക്ക് അവരോടൊപ്പം ഫോട്ടോ എടുക്കാനാണ് വേണ്ടത്. അതിനും അവർ ഒരു മുഷിപ്പില്ലാതെ സമ്മതം മൂളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നായകൻ നസ്രുദ്ദീൻ ഷാ, പ്രകാശ് രാജ്, അതുപോലെ സച്ചിദാനന്ദൻ, M. മുകുന്ദനെ പോലുള്ള ഉദ്ഘാടന സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് അതിന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം ഓൺലൈനായിട്ട് അത് ഉദ്ഘാടനം ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണല്ലോ. വൈകുന്നേരമായതോടുകൂടിയുള്ള ആളുകളുടെ തിരക്കുകളിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിക്കുക. എല്ലാ സീറ്റുകളും ഫില്ലായി കിടക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അസീസ്ക ആരോടോ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ജനമനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. 32 വർഷമായി അവിടുത്തെ മിണ്ടാപ്രാണികളായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് വരുന്ന ഒരു മനുഷ്യൻ. വിദേശ ആളുകളും ഇതിന്
നമ്മുടെ കോഴിക്കോടേക്ക് വന്നിട്ടുണ്ട്. ഫ്രാൻസിൽ നിന്നാണ് കൂടുതൽ പേര് എന്നറിയാൻ കഴിഞ്ഞു. And I've always enjoyed a great deal, a wonderful time. I've traveled almost throughout this wonderful state, God's own country as they call it, which is absolutely true. And the only state which boasts 100% literacy. So I'm not at all, my very great honor, I'm not a writer really, but to be in the company of writers is always stimulating. You're always exposed to new ideas. You end up reading new books which you didn't. എന്താണെന്നറിയില്ല, നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ കേരളത്തെക്കുറിച്ചോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടാൽ അതിങ്ങനെ കേട്ടിരിക്കാൻ തന്നെ വലിയൊരു കൗതുകമുള്ളൊരു കാര്യമാണ്. അവർ അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ അറിയാതെയാണോ പറയുന്നതൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് അല്പം കൂടി ജ്ഞാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹം കേരളത്തിൽ നിന്ന് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. കോഴിക്കോടിനെ ഇളക്കി മറിച്ച അവസാനത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുകയാണ്. നമുക്ക് അവസാനമായി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് ഒന്നുകൂടി കണ്ണോടിച്ചുകൊണ്ട് ഇവിടത്തേക്ക് ഇന്നത്തെ കാഴ്ചകൾക്ക് വിരാമമിടാം എന്ന് തോന്നുന്നു. പലതരത്തിലുള്ള കലാകാരന്മാരെ നമ്മൾ കാണുന്നുണ്ട്.